ഫിക്സ് ടു യു. അർജന്റ് മാറ്റർ മുതലാളി. നമ്മൾ അകത്ത് കയറാൻ പാടില്ലെന്ന് പറഞ്ഞ് കോർട്ട് ഓർഡറും വാങ്ങിച്ച് പോലീസിനെ കാവൽ നിർത്തി അവൻ അകത്ത് കയറി നിൽക്കുക. ആവശ്യത്തിന് ഗുണ്ടകളുണ്ട്. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത് അവന്റെ കൈയും കാലും തല്ലി ഓടിക്ക്. അകത്ത് കയറിയല്ലേ തല്ലി ഓടിക്കാൻ പറ്റുള്ളൂ. പുറത്തിറക്കിട്ട് അടിക്കടാ. എന്റെ മുതലാളി അടി കൊള്ളാൻ വേണ്ടി ആരെങ്കിലും പുറത്തിറങ്ങി വരുമോ? അത് കാണിക്കാൻ പറയടാ. ആ കോർട്ട് ഓർഡർ അത് തട്ടിപ്പറിച്ചിട്ടോട്. അപ്പൊ അവൻ പുറകെ വരും. അപ്പൊ നമുക്ക് അവനെ അവിടെ ഇട്ട് അടിക്കാം. ഓക്കെ മുതലാളി. ഹോ, ഈ മുതലാളിയുടെ ഒരു ബുദ്ധിയേ. വെറുതെ അല്ല ഞാനൊന്നും മുതലാളിയാവത്ത്. അല്ല സാർ, ആ കോർട്ട് ഓർഡർ ഒന്നുകൂടെ കാണാമായിരുന്നു. അതൊക്കെ ഞാൻ നേരത്തെ കാണിച്ചതാ. അന്നേരം ഞാൻ കണ്ണട എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും എടുത്തിട്ടില്ല. അതെല്ലാം ഒന്നുകൂടെ കാണണമെന്ന് പറഞ്ഞത്. സാറേ അതൊന്ന് കാണിച്ചു കൊടുത്ത്. ഇവിടെ നോക്കിട്ട് വേണ്ട, ഇത്രേ കാര്യമുള്ളൂ. അല്ല സാറേ, ഇതിന്റെ സാധനം ഞാനേ വീട്ടിൽ പോയി കണ്ണെടുത്തിട്ട് വാങ്ങിക്കാം. നീ വീടിന്റെ പുറത്ത് ഇറങ്ങില്ല. പുറത്തിറക്കാണ്ട് വിദ്യയൊക്കെ ഞങ്ങളുടെ മുതലാളിയുടെ മനസ്സിലും പരിപ്പിച്ച് നടക്കുകയാണ്. ആരോട് ചോദിച്ചാ നീ കൂടിക്കാത്ത് വെച്ചത്? തൊട്ടാളെ ആള് കേറാനുണ്ട്, ആള് കേറാനുണ്ട്, ആള് കേറാനുണ്ട്. കൊല്ലില്ല റാണി. വെള്ളമടിക്കുന്നു മരിക്കുന്നു. വേറെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ എഴുതി വെക്കാം. കാച്ചറകള് എവിടെ ഒന്ന് അങ്ങാട് പിടിച്ച ഇങ്ങാടു. ഈ മുതലാളിമാരും മദ്യം ഒരുപോലെയാണ്. മനുഷ്യനെ നിലത്ത് നിൽക്കാൻ സമ്മതിക്കില്ല. ലാസ്റ്റ് ബസ് പോയാ? ലാസ്റ്റ് ബസ് ഒരെണ്ണം പോയി. പേടിക്കണ്ട, ലാസ്റ്റ് ബസ് ഇടക്കിടക്കുണ്ട്. ഞാൻ സഹായിക്കണോ? വിരോധമില്ലെങ്കിൽ ഒന്ന് പിടിച്ചോ. ശരി. താനും പിച്ചാണല്ലേ? താനി ചോവറ. ഞാനാ അടുത്ത ലാസ്റ്റ് ബസ് വന്ന് വണ്ടിക്ക് ടാറ്റ കൊടുക്കണം. വണ്ടിക്ക് അടവയ്ക്കാതെ നിർത്തടാ. ഇവിടെ കൈയടിച്ച് അവിടെ കൊണ്ട് നിർത്തണ്ട ആൾക്കാരത്. വാ, വണ്ടി വന്ന്. റാണി മോളെ ചേട്ടോ പോരുന്നുണ്ടോ? ഇയാള് വെറുതെ കൈ കാണിച്ചത് ഞാൻ, കയറ്റിക്കൊണ്ടുപോയത് വേറെ ഒരുത്തന്. മണ്ടന്മാര് റാണി പിടി. അടുത്ത ലാസ്റ്റ് ബസ് വരുമ്പോ പോകാത്ത വണ്ടി വന്നിട്ട് റാണി. ആള് കയറാണ്ട്, ആള് കയറാണ്ട്. നിർത്ത് 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 നിർത്ത്. ഇനി എവിടെ നിർത്താൻ പോണെന്ന് എനിക്കറിയാം. പ്രൈവറ്റ് ബസ്. ഇയാളെന്തുട്ടി കാണിക്കണത്? കൈ കാണിച്ച് കളിയാക്കണം. വെള്ളമടിച്ച വയറ്റി കിടക്കണം. കള്ളൂടിയ ഇതാണ്. അവിടെ കൈ കാണിച്ചാൽ ഇവിടെ നിർത്തും. ഇവിടെ വന്ന് നിന്നാ വണ്ടി അവിടെ നിർത്തും. എന്നിട്ട് കുറ്റം കള്ളിന്. ചീറ്റനണ്ടല്ല, പാമ്പാണാ? ഹലോ, ഈ പാമ്പായിരുന്ന? നീ ഇതുവരെ പോയില്ലേ? എങ്ങനെ പോകാനാണ്? ഞാൻ തന്നെ കാത്തിരിക്കില്ലായിരുന്ന. 10 മണിക്ക് വരുമെന്ന് മുതലാളി പറഞ്ഞു. 10 ആയിട്ടില്ല, 3:30 ആയിട്ടുള്ളൂ. ഓ അതല്ല, രാത്രി 10 മണിക്ക് വരുമെന്നും പറഞ്ഞ് ബോറടിച്ച് ഞാൻ കള്ളു കുടിച്ചു. ഹലോ, ഓട്ടോ ഇപ്പൊ പോവോ? എവിടെ പോവാനാ? ഈ പാതിരാത്രി ഓട്ടോ വിളിച്ച് ഞാനവിടെ പോവാണ്. എനിക്ക് ഗേറ്റ് എടുക്കാൻ പോണം. ഗേറ്റ് എടുക്കാൻ ഓട്ടോ വിളിച്ചാണ് അവിടെ പോണത്. നടന്നു പോയി എടുക്കണോ? മുതലാളി വാ. എന്താടാ നട്ടപ്പാതിരൊക്കെ ഒരു മീറ്റിംഗ്? ഇവരിപ്പോ വന്നോളൂ മുതലാളി. വന്നത് ഞാൻ കണ്ടില്ലേ. എന്താടാ ഇത്? റാണിക ബിയർ. റാണിക ബിയർ രാത്രി ഭാസ്കര മുതലാളി വിളിച്ചു പറഞ്ഞിട്ട് വാങ്ങിച്ചോണ്ട് വന്നതാ. നല്ല മനോവിഷമുണ്ട് മുതലാളിക്ക്. എന്നാ കൊണ്ടുപോയി കൊടു. പിന്നെ വണ്ടി കഴുകി റെഡിയാക്കിയിട്. രാവിലെ ആദ്യം കൊണ്ട് തിരുവനന്തപുരത്ത് പോകാനുള്ളതാ. ഇതെന്തിനാ എന്നെ തന്നത്? വണ്ടി കഴുകാൻ. വണ്ടി രാവിലെ കഴിയാൻ മതി. ഞാൻ ആദ്യം ചെന്ന് ഓട്ടോ പറഞ്ഞു വിടാൻ നോക്കും. മുതലാളി, ഓട്ടോ കൊടുക്കാൻ പൈസ ഇല്ല. എടോ കിടക്കപ്പള്ളേ, ആ ഓട്ടോയുടെ കാശ് കൊടുത്ത് പറഞ്ഞയച്ചേക്ക്. ശരി മുതലാളി വാ. ഈ ഓട്ടോക്കാരന് 100 രൂപ കൊടുക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴാ. എടോ, തന്റെ ഓട്ടോ കാശ് ബാക്കി വെച്ചോ. 100 രൂപ? പിന്നെ 6000 രൂപ. എന്തോ 6000? താനെന്താണോ ഈ ഓട്ടോ വില കൊടുത്ത് മേടിച്ചാ? ഞാൻ വാങ്ങിച്ച ഓട്ടോ കൂലി എറണാകുളം സ്റ്റാൻഡിൽ നിന്ന് ഇവിടം വരെ വരാൻ 6000 രൂപ. എറണാകുളം സ്റ്റാൻഡിൽ നിന്നല്ല, കോഴിക്കോട് സ്റ്റാൻഡിൽ നിന്ന് പിടിച്ച വണ്ടിയാ. കോഴിക്കോടുന്നാ? എടോ, കോഴിക്കോടുന്ന് ആരെങ്കിലും ഓട്ടോ വിളിച്ച് ഇവിടെ വരുവോ? ഞാൻ വന്നില്ലേ? ഓ, തനിക്കെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പാടില്ല. ഗ്യാപ്പ് കിട്ടണ്ടേ?
ബാക്കിലിരുന്ന് എന്തൊരു തെറിയായിരുന്നു. എന്തിനാണോ പാവത്തിന് തെറി പറഞ്ഞത്? എന്നല്ല, ഏതോ ഒരു വിക്രമനാ. ആ എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ വിക്രമൻ. ഇന്നലെ വരെ ഇന്ന് മാറി വാഴൂർ ജോസ്. കുഴപ്പമൊന്നുമില്ല. അപ്പോഴും കണക്ക് ശരിയായിട്ടില്ല. കോഴിക്കോട് നിന്ന് ഇവിടം വരെ വരാൻ 200 കിലോമീറ്റർ, 3000 രൂപ. ബാക്കി 3000ന്റെ കണക്കെന്താ? അപ്പൊ എനിക്ക് തിരിച്ചു കോഴിക്കോടേക്ക് പോണ്ടേ? എനിക്ക് നിർബന്ധമൊന്നുമില്ലടോ. അത് ശരിയാവില്ല, ഞാൻ മുതലാളിയോട് പറഞ്ഞോളാം. മുതലാളി 6000 രൂപയല്ലേ? ആ അതിന് മൊണതാലി എന്ന് വിളിക്കുന്നതിനാണ് 6000 തികച്ചുണ്ട്. ഞാനും എന്റെ കോഴിക്കോട്. അതെന്തിനാ? എടോ വണ്ടി എന്തായാലും കാലിക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോവല്ലേ, അങ്ങനെ ചുമ്മാ കൊണ്ട് നമ്മുടെ 3000 രൂപ തിന്നണ്ട. വന്ന് വണ്ടി കയറാ. എടാ വിക്രമാ, ഓ എന്താ കഴിഞ്ഞില്ലടാ? കഴിഞ്ഞു പോലാളി. 3000 കൊണ്ട് തിന്നോട്ടാ. എടോ സെക്യൂരിറ്റി, ഇവരെ പിടിച്ച് പുറത്താക്കി ഗേറ്റ് അടച്ചേ. താനെന്താണ് മണി അടിച്ചോണ്ട് ഓടുന്നത്? ദാ, ഹെലികോപ്റ്റർ എത്തി. ദാ, അത് റസാക്കേ, ഇവിടെ ഇറക്ക്. അബ്ദുൾ റസാഖ് ഹെലികോപ്റ്റർ കൊണ്ട് എത്തിയിട്ടുണ്ട്. ഈ ഫോൺ വെക്കി, ഞാൻ അതിൽ കേറിയിട്ട് വിളിക്കാം. റസാക്കേ, ഇവിടെ ഇറക്ക്. എടാ പോത്തെ റിവേഴ്സ് അടിക്കടാ. ശ്ശോ, അവന്റെ ഒരു ലക്ക്. മുതലാളി, ആ മണ്ടൻ റസാക്ക് നമ്മളെ കേട്ടാൽ തിരുവനന്തപുരത്തേക്ക് ഒറ്റക്ക് പോണാണ്. കണ്ടാ ദേവൻ വിളിക്കണ്. എടാ റസാക്കേ, നീ എങ്ങാനാണ് ഈ പോണത്? തിരിച്ചു വാ. തിരിച്ചു വരാനോ? എടാ ഞാൻ അങ്ങോട്ടാണ് വരുന്നത്. ഇങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ട് നീ അങ്ങോട്ടാണല്ലോ പോണത്. ആംബുലൻസ് വരുന്നു. എടാ, ഞാൻ നിങ്ങളുടെ വണ്ടി കണ്ടു. വണ്ടി കണ്ടിട്ട് നീ എങ്ങോട്ടാണ് ഈ പോണത്? ഇങ്ങോട്ട് വരാത്ത എന്താണ്? എവിടെ എത്തിന്ന്? ദാ എത്തി. എവിടെ ആ? എവിടെ എത്തിന്നാ പറയണത്? ആ, ദാ നിൽക്കുന്നത് കണ്ടൂടെ? എന്താടാ ഇത്? ആ ഹെലികോപ്റ്റർ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ചവ വണ്ടി കൊണ്ടാ വന്നേക്കണ ചവമ്മേ. ഛേ, എടാ ഇപ്പൊ കിട്ടാവുന്നതിന് വെച്ച് ഏറ്റവും സ്പീഡുള്ള ഹെലികോപ്റ്ററാണിത്. ആദ്യം പറഞ്ഞപ്പോ സമ്മതിച്ചില്ല, പക്ഷെ 2 കൈമടക്ക് കൊടുത്തപ്പോ അവൻ സമ്മതിച്ചു. ഇല്ലടാ. ഓ 6 മണി എന്നല്ലേ പറഞ്ഞത്? ഒരു 5:30 എത്തിയ കുഴപ്പമുണ്ടോ? ഏയ് 5:30 പറ്റില്ല, 6 മണിക്ക് തന്നെ എത്തിക്കണം. ആണോ? ആ. 6 മണിക്ക് എത്തിക്കില്ലടാ. സംസാരിച്ച സമയങ്ങളുണ്ട. എല്ലാരും കയറി. അതെ വേടാ. ഞാൻ റസാക്കിക്കയുടെ കൂടെ കയറിക്കോളാം. ആ, മാമനെ. എടാ ജഗ്ഗു, മുതലാളി കാറിന്നിറങ്ങുമ്പോ പടക്കം കൃത്യമായിട്ട് പൊട്ടണം. ടമാർ, ഠോ, ഠേ, ഠോ. അച്ഛാ. അത് ശരി. അപ്പൊ അച്ഛനും മോനും കൂടി ഇവിടെ കിടന്ന് ചവിട്ടാടാ കളിക്കേ? അയ്യേ, ഞങ്ങൾ അച്ഛനും മോനൊന്നുമല്ല, ഇവൻ ബീഹാറുകാരൻ. ഭഗവാനെ, ഒരു പടക്കത്തിന് നീ കൊളുത്താൻ പോലും മലയാളിനെ കിട്ടാണ്ടായ, അതിന് നീ ബീഹാറിൽ നാളെ ഇറക്കിയ? സാറിന് ഇപ്പൊ എന്നാ വേണ്ടേ? അല്ല, മുതലാളിയും ഭാര്യയും വരുമ്പോ പടക്കം കൃത്യമായിട്ട് പൊട്ടണം, അല്ലേ? ഇപ്പൊ പൊട്ടിക്കേണ്ടത് നിന്റെ കരണം കുറ്റിക്ക. എടാ ഭാര്യയല്ല, വൈഫ്. രണ്ടും ഒന്നല്ലേ? ഒരിക്കലും അല്ല. ഒരാൾ ഭാര്യയും ഒരാൾ ഭർത്താവും, അല്ലേ? എടാ നിന്റെയൊക്കെ പോലെ ആപ്പൂപ്പ ഭാര്യമാരല്ല ഇത്. നല്ല പഠിപ്പും ഇംഗ്ലീഷും ഒക്കെ ഉള്ള മാഡമാണ്. കേട്ടല്ല, ഭാര്യ ആപ്പ ഊപ്പനാഗി ഹേ വൈഫ്. മുതലാളിയും വൈഫും വരുമ്പോ നീ തീ കൊളുത്തണം. അച്ഛനല്ല, മുതലാളിയും വൈഫും ഇവന്മാർ ഇതെല്ലാം കൂടെ കൊളവാക്കും തോന്നുന്നു. ബാനിച്ചന്റെ കാര്യം എന്തായി? അതൊക്കെ ഞാൻ അവർക്ക് ടൈമിംഗ് കൊടുത്തിട്ടുണ്ട്. അതെ, പറഞ്ഞത് കേട്ടല്ല, ഞാൻ പറഞ്ഞതാണ് ടൈമിംഗ്. പടക്കം തീർന്ന ബാൻഡ് തുടങ്ങണം. ആ ടൈമിങ്ങിന് എന്തെങ്കിലും വ്യത്യാസം വന്നാൽ 10 പൈസ ഞാൻ തരത്തില്ല. അപ്പൊ പടക്കത്തിന്റെ ടൈമിംഗ് തെറ്റിയാലേ? ആ ചോദ്യത്തിന് തന്നെ ടൈമിംഗ് തെറ്റി. എടാ നിന്നെയൊക്കെ പോലെയല്ല പടക്കം. നിന്റെയൊക്കെ കൊട്ട് പരാജയപ്പെടുമ്പോഴാണ് പൊട്ടിപ്പോകുന്നത്. പക്ഷെ പടക്കം പൊട്ടുമ്പോഴാണ് സക്സസ് ആവുന്നത്. റസാക്കേ, വാ. Thank you. സാറ് വിഷമിക്കണ്ട, എപ്പ പടക്കം തീർന്നേണ അപ്പ ബാൻഡ് തുടങ്ങി. പടക്കം തീർന്നില്ലെങ്കിൽ ബാൻഡ് തുടങ്ങില്ല. അതെ വന്നു മതി, നിർത്ത്, എല്ലാവരും നിർത്ത്. അവരെത്തി. പടക്കം. Want to work with the best agents to find a property? Look for True Brokers on Beirut. എന്ത് തോന്നിവാസമാണ് ഈ കാണിക്കുന്നത്? നിർത്തടാ. നിർത്താൻ പറ്റില്ല, നീ കൊടുത്തു പോയി മുതലാളി. വെള്ളം കോരി ഒഴിച്ച് നിർത്തടാ. കല്യാണം മുടങ്ങി വിഷമിച്ച് വരുമ്പോഴാണോടാ നീയൊക്കെ പടക്കം പൊട്ടിച്ച് അറുമാദിക്കുന്നത്? ദൈവമേ, കല്യാണം മുടങ്ങി. കല്യാണം മുടങ്ങിയ എടാ പടക്കം പൊട്ടിക്കലും നിർത്തടാ. എങ്ങനെയെങ്കിലും ഒന്നും നിർത്താൻ പറയണം. അത് പോയി തീർന്നാലേ നിൽക്കുള്ളൂ. എടാ ബീഹാറിൽ പറയണം. ഇവിടെ പടക്കം പൊട്ടെ ബീഹാരി